Hi, welcome to Lash Class. BA English third semester Language in Actionile ഫ്രം ഡോക്യുമെൻറ്റ്സ് ടു പെർഫോമൻസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മീഡിയ തിയറിസ്റ്റും സ്കോളറുമായ ലെവ് മനോവിച്ചിൻ്റെ സോഫ്റ്റ്വെയർ ടേക്സ് കമാൻഡ് എന്ന ബുക്കിൽ നിന്നുള്ളൊരു ചാപ്റ്ററാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ വരവോടുകൂടി നമ്മുടെ കൾച്ചറിലുണ്ടായ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Lev Manovich begins by arguing that the rise of software has reconfigured the very foundations of social and cultural practices. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം സോഫ്റ്റ്വെയറിൻ്റെ വരവോടുകൂടി ചേഞ്ച് ആയി എന്ന് അദ്ദേഹം പറയുന്നു. ട്രഡീഷണലി cultural production centered on the document such as a book, film or record. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് പുസ്തകങ്ങൾ, സിനിമകൾ, പാട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. ഇറ്റ് വാസ് എ ഫിക്സ്ഡ് ആൻഡ് സ്റ്റേബിൾ യൂണിറ്റ് ഓഫ് കണ്ടൻറ്റ് ആൻഡ് കുഡ് ബി സ്റ്റഡീഡ് ത്രൂ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് മീനിങ്. അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഫിക്സഡും സ്റ്റേബിളാണ്. കാരണം ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമ കാണുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും അതേ സിനിമ തന്നെ അതേ പാട്ട് തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്തരത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയതുകൊണ്ടാണ് ഇത്തരം മീഡിയയെ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, സോഫ്റ്റ്വെയർ കൾച്ചർ റീപ്ലേസസ് ദി സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് വിത്ത് ഡൈനാമിക് പെർഫോമൻസസ്. എന്നാൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ വരവോട് കൂടിയിട്ട് മീഡിയ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പെർഫോമൻസ് എന്ന രീതിയിലേക്ക് വരുന്നു. The user experiences outputs constructed in real time by software rather than a single pre-existing document. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെക്നോളജിക്കകത്ത്, ഡിജിറ്റൽ മീഡിയക്കകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ടൈമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഇൻസ്റ്റഗ്രാം തുറക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ പോസ്റ്റ് കാണുമെന്നോ ഏതൊക്കെ റീൽസ് കാണുമെന്നോ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതല്ല. നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആൽഗോരിതം നമുക്ക് ഓരോരോ പോസ്റ്റുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു വരുന്നതാണ്. എന്നാൽ നമ്മളൊരു പുസ്തകം നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരു പേജ് മറിച്ച് കഴിഞ്ഞാൽ അടുത്ത പേജ് ഏതാണെന്നുള്ള കാര്യം മുൻകൂട്ടി ഫിക്സഡ് ആയിട്ടുള്ളതാണ്. അതിനാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഫിക്സഡ് ആയിട്ട് കണ്ടൻറ്റ് തീരുമാനിച്ചിട്ടില്ല. റിയൽ ടൈമിൽ നമ്മൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്ത് കമൻറ്റ് ചെയ്യുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ബ്രൗസിങ് എ വെബ്സൈറ്റ്, playing a video game or using an app are examples of software performance. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ പെർഫോമൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മളൊരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു ഗെയിം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, പിന്നെ അദ്ദേഹം നമ്മളൊരു PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു JPG ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഡിവൈസ് ഏതാണ്, ഏത് ആപ്പ് വഴിയാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഒരു മീഡിയ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ മുൻകൂട്ടി ഫിക്സഡ് ആക്കിയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മളെങ്ങനെയാണ് അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ലൈവായിട്ട് കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ പെർഫോമൻസ് എന്ന രീതിയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. This means a critic cannot consult a single source file to analyze the totality of the work. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പഴയ കാലത്തെ നിരൂപകരെ പോലെ പുതിയ കാലത്തുള്ള നിരൂപകർക്ക് ഒരു വർക്ക് മുഴുവനായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു മാഗസിൻ, ഒരു സാഹിത്യ മാഗസിനോ അല്ലെങ്കിൽ ആരോഗ്യ മാസികയോ അല്ലെങ്കിൽ വനിതാ മാഗസിനോ എന്ത് തന്നെയാണെങ്കിലും നിരൂപകർക്ക് അതെടുത്ത് പരിശോധിച്ചുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഓഡിയൻസിന് കിട്ടുന്നതെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്നപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറക്കുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നിരൂപകർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. Therefore, cultural analysis must shift from focusing solely on documents to studying the software, tools and interfaces that shape interaction. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ കൾച്ചറൽ സ്റ്റഡിക്കകത്ത് ഒരു മാറ്റം വരേണ്ടതുണ്ടെന്ന് പറയുന്നു. ട്രഡീഷണൽ ആയിട്ട് ഈ സിനിമകൾ, പുസ്തകങ്ങൾ, മാസികകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുകയും നിരൂപണം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് അത്തരത്തിൽ ഒരു ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് പരിശോധിക്കാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് ഈ സോഫ്റ്റ്വെയറും അതിൻ്റെ
ടൂൾസ് ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിൻ്റെ ആൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അത് പരിഗണിക്കുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഈ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് കൂടി ഇപ്പോൾ നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. This shift destabilizes established theories of media based on fixed documents and transmission. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മീഡിയ തിയറീസ് എല്ലാം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. Classical communication studies, influenced by Claude Shannon's information theory, treated media as a process of message transmission between sender and receiver. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറൽ തിയറീസിനകത്ത് വരുന്നത് ഒന്ന് ക്ലൗഡ് ഷാനൻ്റെ ഇൻഫോർമേഷൻ തിയറിയാണ്. അതിനകത്ത് പറയുന്നത് ഒരു ട്രാൻസ്മിഷനാണ് നടക്കുന്നത്, ഒരു സെൻഡ് ചെയ്യലും അതുപോലെ തന്നെ റിസീവ് ചെയ്യലും നടക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് റിസീവേഴ്സാണ്. പലപ്പോഴും ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലാണ് അത് മനസ്സിലാക്കുക. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ചില ആളുകൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും, ചില ആളുകൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് വരും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. പലപ്പോഴും റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല എന്ന രീതിയിലൊക്കെയാണ് ഈ പഴയ കാലത്തുള്ള ഈ കൾച്ചറൽ സ്റ്റഡീസിനകത്ത് പറഞ്ഞിരുന്നത്. Stuart Hall's encoding-decoding model emphasized the audience's reinterpretation of meaning but still assumed a complete stable message was being received. ഇനി മറ്റൊരു തിയറി ഉണ്ടായിരുന്നത് സ്റ്റുവർട്ട് ഹാളിൻ്റെ എൻകോഡിംഗ് മോഡലാണ്. അതിലും ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് ഇങ്ങനെ എൻകോഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നു, ഓഡിയൻസ് അത് ഡീകോഡ് ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ തിയറിയിൽ നിന്നൊരു വ്യത്യാസം വരുന്നത്, നേരത്തെ പറയുന്നത് ഈ സിനിമയ്ക്കകത്തോ അല്ലെങ്കിൽ ബുക്കിനകത്തോ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാറില്ല എന്നാണെങ്കിൽ സ്റ്റുവർട്ട് ഹാളിൻ്റെ തിയറിക്കകത്ത് പറയുന്നത് പലപ്പോഴും ഓഡിയൻസിന് ഈ മെസ്സേജ് സ്വന്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കവി ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള അർത്ഥം വായനക്കാർക്ക് ഒരുപക്ഷെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലാണ് സ്റ്റുവർട്ട് ഹാളിൻ്റെ തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ രണ്ട് തിയറിക്കകത്തും നമ്മൾ കാണുന്നത് ഈ ബുക്കായാലും സിനിമയായാലും മറ്റ് ഏത് മീഡിയ ആയാലും ഒരു മെസ്സേജ് ഇങ്ങനെ ഓഡിയൻസിലേക്ക് കൊടുക്കുന്നു, ഓഡിയൻസ് ആ മെസ്സേജ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യകാലത്തെ കൾച്ചറൽ സ്റ്റഡീസിനകത്തുള്ള തിയറികളൊക്കെ ഉണ്ടായിരുന്നത്. ഇൻ്ററാക്റ്റീവ് സോഫ്റ്റ്വെയർ ഡ്രിവൺ മീഡിയ അണ്ടർമൈൻസ് ദിസ് അസംഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള തിയറികൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയയുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നു. Features like browsing, hyperlinking and time shifting mean users rarely consume entire works from beginning to end or consume different personalized content. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ടി വിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിലോ ഒക്കെ നമ്മൾ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ പ്രൈമിലോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, സ്കിപ്പ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ലിങ്ക് തുറക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ലഭിക്കുന്നത്, എല്ലാവരുടെ ഫീഡും സെയിം അല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും സെയിം ഡോക്യുമെൻ്റ് അല്ല വരുന്നത്, അല്ലെങ്കിൽ സെയിം രീതിയിലല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൊണ്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കൾച്ചറൽ തിയറീസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. It determines not only how they interpret content but also what and how they receive it. കാരണം ആദ്യകാലത്തെ കൾച്ചറൽ സ്റ്റഡീസിനകത്തൊക്കെ ഓഡിയൻസ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ബുക്ക് ഒക്കെ ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന രീതിയിൽ മാത്രമാണ് ഫോക്കസ് ഉണ്ടായിരുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് അത് മാത്രമല്ല, ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി സോഫ്റ്റ്വെയർ കാരണം കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കാണുന്നു. This creates a more fluid, fragmented experience of media compared to linear reception of books, films or broadcasts. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലത്തുള്ള ലീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഡോക്യുമെൻ്റ് കിട്ടുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു. This shift began with the introduction of DVR and time shifting. അപ്പോൾ നമ്മുടെ മീഡിയ കൺസെപ്ഷനകത്ത് ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് ആരംഭിക്കുന്നത് DVR ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ടാണ്. DVR ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ടെലിവിഷൻ റെക്കോർഡ് ചെയ്യാനും പോസ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. ആദ്യകാലത്ത് നമ്മൾ TV കാണുന്ന സമയത്ത് നമുക്കത്
ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ DVR ടെക്നോളജിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇത് പോസ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവരുന്നത്. അതാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചിൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. മോറോവർ, many software applications present content with no fixed boundaries. ഇതുകൂടാതെ പല ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും ബൗണ്ടറീസ് ഇല്ലാത്ത കണ്ടൻ്റാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്കിൻ്റെ പേജ് ഇങ്ങനെ മറിച്ച് പോയി കഴിഞ്ഞാൽ ആ ബുക്ക് അവസാനിക്കും. നമ്മളിപ്പോൾ റീൽസിൻ്റെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ബൗണ്ടറീസ് ഇല്ലാത്ത തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഗൂഗിൾ എർത്ത് എക്സംപ്ലിഫൈസ് ദിസ് ഷിഫ്റ്റ്. ഈച്ച് യൂസ് പ്രൊഡ്യൂസസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഡിപ്പെൻഡിങ് ഓൺ അപ്ഡേറ്റ്സ്, ന്യൂ ലെയേഴ്സ് ഓർ യൂസർ ജനറേറ്റഡ് അഡീഷൻസ്. വേറൊരു എക്സാമ്പിൾ വരുന്നത് ഗൂഗിൾ എർത്താണ്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ പോലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് ഓരോ യൂസും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നു. കാരണം പുതിയ റോഡുകൾ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ യൂസേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. Unlike traditional media with a predefined content, Google Earth is a dynamic and open-ended, constantly evolving with the new inputs. നമ്മൾ ട്രഡീഷണൽ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഫിക്സഡ് ആണ്, അത് പേജ് മറിച്ച് കഴിഞ്ഞാൽ അവസാനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഗൂഗിൾ എർത്ത് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസിൻ്റെ ഫീഡാണെങ്കിലും എത്ര തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. അത് വീണ്ടും ഇങ്ങനെ പുതിയതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. Its openness to user contributions transforms it from a message into a platform. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഓപ്പൺനെസ്സും അതുപോലെ തന്നെ യൂസർ കോൺട്രിബ്യൂഷനും കാരണം കൊണ്ട് ഈ ഗൂഗിൾ എർത്ത് ആയാലും അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ മീഡിയ ആണെങ്കിലും ഒരു മെസ്സേജ് എന്നതിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്ക് അത് മാറുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗൂഗിൾ എർത്തിനകത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിനകത്തുള്ള പല ഡീറ്റെയിൽസും യൂസേഴ്സ് തന്നെയാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത് KLM ഫയൽസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇൻസ്റ്റഗ്രാം തന്നെ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഉള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം യൂസേഴ്സ് തന്നെ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ കമ്പനിക്കാരല്ല അതിനകത്തുള്ള പോസ്റ്റുകൾ ഇടുന്നത്, മറിച്ച് ആരാണ്? നമ്മളെയൊക്കെ പോലെയുള്ള അത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് അതിനകത്തുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു യൂസർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗൂഗിൾ എർത്തിനകത്തും സംഭവിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും ഗൂഗിൾ അല്ല അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്, യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആണ് ഇതിനകത്തുള്ള പല കോൺട്രിബ്യൂഷൻസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നു. Then, software-based culture represents a deeper transformation than remixed culture. അപ്പോൾ പണ്ട് കാലത്തുള്ള യൂസർ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് റിമിക്സ് കൾച്ചറാണ്. ഇപ്പോൾ പാട്ടുകളോ മറ്റോ ഒക്കെ പലപ്പോഴും ആളുകൾ റിമിക്സ് ചെയ്യാറുണ്ട്. അതാണ് പണ്ട് കാലത്തുള്ള യൂസർ കോൺട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ കാലത്തുള്ള സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് യൂസർ കോൺട്രിബ്യൂഷൻ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ്. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഇത് വരുന്നതെന്ന് പറയുന്നു. ഇറ്റ് മൂവ്സ് ഫ്രം സ്റ്റേറ്റിക് ഡോക്യുമെൻറ്റ്സ് ടു ഡൈനാമിക് ഇൻ്ററാക്റ്റീവ് പെർഫോമൻസസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു മീഡിയ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് എന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പെർഫോമൻസ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന പഴയ ബുക്ക്, സിനിമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. അത് കാരണം കൊണ്ട് പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നത്. പണ്ട് ഒരു ബുക്കായാലും സിനിമയായാലും എല്ലാവർക്കും സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കൾച്ചറിനകത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ലഭിക്കുന്നത്. അത് നമ്മുടെ കൾച്ചർ ഫോർമേഷനെ ബാധിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.